ഇന്നൊരു കൂന്തലിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. അതിന് ക്ലീൻ ചെയ്ത് വെച്ച കൂന്തലിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും വെളിച്ചെണ്ണയും ഒഴിച്ച് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. ഇത് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം ഒരു അരമണിക്കൂർ ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഫ്രൈ ചെയ്യുമ്പോൾ ഇതിനകത്ത് ഓൾറെഡി കുറച്ച് വെള്ളമുണ്ട്. അതൊന്ന് പറ്റിയതിന് ശേഷം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഫ്രൈ ചെയ്യാം. നമുക്ക് കുറച്ച് നേരം ഒന്ന് വെള്ളം ഒന്ന് പറ്റുന്ന നമ്മൾ വെയിറ്റ് ചെയ്യാം. കൂന്തൽ വെള്ളത്തിൽ കിടന്നൊന്ന് വെന്തതിന് ശേഷം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഫ്രൈ ചെയ്തെടുക്കാം. കൂന്തലിൻ്റെ വെള്ളമൊക്കെ പറ്റി നമുക്കിതിനകത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതിന് വെളിച്ചെണ്ണ കിടന്നൊന്ന് ഫ്രൈ ആവുന്ന നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇത് ഫ്രൈ ചെയ്ത് നമ്മൾ വേറൊരു ഡിഷിലേക്ക് മാറ്റി വെച്ചു. ഇനി നമുക്കിതിലേക്ക് സവാളയും മറ്റ് വെജിറ്റബിൾസ് എല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. നമുക്കൊന്ന് വഴറ്റി ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന കൂന്തലും കൂടി ഇട്ട് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വേവട്ടെ. വെജിറ്റബിൾസ് വഴറ്റാൻ വേണ്ടിയുള്ള വെളിച്ചെണ്ണ, ഉപ്പ്, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ മസാലക്കൂട്ട് ഒന്നും കൂടി നമ്മളൊന്ന് ചേർത്ത് കൊടുത്തു. ഇത് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കണം. അതിന് ശേഷം കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്ത കൂന്തൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വെജിറ്റബിൾസ് ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് വെയിറ്റ് ചെയ്യാം. വെജിറ്റബിളൊക്കെ ഒന്ന് വഴണ്ട് വന്നു നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കൂന്തലിട്ട് കൊടുക്കാം. അപ്പോൾ ഏകദേശം കൂന്തൽ റെഡി ആയിരിക്കുകയാണ്. ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് അടച്ചു വെക്കാം. അപ്പോൾ നമ്മുടെ കൂന്തൽ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഫിനിഷ്. കൂന്തൽ ഫ്രൈയോടൊപ്പം തന്നെ നമുക്ക് ചെറിയൊരു രീതിയിലൊരു ഫ്രൈഡ് റൈസും കൂടി വെക്കാം. അതിനാവശ്യമായിട്ടുള്ള റൈസ്, ജീരക റൈസാണിത്. നമ്മൾ നന്നായിട്ട് കഴുകി തോരാൻ വെച്ചിരിക്കുകയാണ്. ഫ്രൈഡ് റൈസിന് നമ്മൾ കുക്കർ നമ്മൾ ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് വെള്ളമൊന്ന് വറ്റിയതിന് ശേഷം നമുക്കിതിനകത്ത് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യ് ഒഴിച്ചു. ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസും ഇട്ട് കൊടുത്ത് നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. വെജിറ്റബിൾസിലേക്ക് നമ്മൾ മസാലക്കൂട്ടും അതുപോലെ പെരുംജീരകവും കുരുമുളകും അതുപോലെ തന്നെ മസാലയുടെ ചെറിയ കൂട്ടും ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് റൈസ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്ത റൈസ് നമ്മൾ കുക്കറിലേക്ക് ഇട്ടു. ഇരട്ടിക്ക് വെള്ളം ഒഴിച്ചു. ഇനി നമുക്ക് കുറച്ച് നെയ്യും കൂടി ഒഴിച്ചിട്ട് നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് ഒറ്റ വിസിൽ